പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. വീഡിയോ ക്ലാസ് കഴിയുന്നവരെ ഓഫ് ആക്കരുത്. Take your Hindi textbook. ഏതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഏത് ലെസൺ ആയിരുന്നു? ഫിഫ്ത്ത് ലെസൺ ഡോക്ടർ സർവപള്ളി രാധാകൃഷ്ണൻ. ഓക്കെ, ഫിഫ്ത്ത് ലെസൺ ഡോക്ടർ സർവപള്ളി രാധാകൃഷ്ണൻ. അതിന്റെ വർക്കുകൾ നമ്മൾക്ക് കഴിഞ്ഞോ പറഞ്ഞിട്ട്? പേജ് നമ്പർ 30 and 31 ഒന്ന് ചെക്ക് ചെയ്തേ. ഗുഡ് മോർണിംഗ്. പ്രസന്റ് ടൈപ്പ് ചെയ്തേ. പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. അതിലെ അയച്ചു, പക്ഷെ മിസ് ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോ? മിസ് അയച്ചതേ ഉള്ളൂ. നിങ്ങൾ എഴുതി റെഡി ആവാൻ വേണ്ടി അയച്ചെന്താണ്. ക്വസ്റ്റ്യൻ ആൻസർ മുതൽ പറയാനുണ്ടോ? എങ്ങനെയാണത്? ഒന്നും പറഞ്ഞില്ലേ നമ്മള്? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ വേർഡ് മീനിങ് പതിവ് പോലെ സർവപ്പള്ളി രാധാകൃഷ്ണനിൽ പറഞ്ഞില്ലേ പേജ് നമ്പർ 13. വേർഡ് മീനിങ് അതിന്റെ കൂടെ സമാനാർത്ഥി ശബ്ദം കൂടിയുണ്ട്. നോട്ട്ബുക്കിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് വേർഡ് മീനിങ് സമാനാർത്ഥി ശബ്ദം. സമാനാർത്ഥി ശബ്ദം എന്ന് അറിയില്ലേ? പര്യായ പദങ്ങൾ എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. സമാനാർത്ഥി ശബ്ദം പേജ് നമ്പർ 30 പേജ് എടുത്ത് വെച്ചില്ലേ? പിന്നെ അതുപോലെ ഡിറ്റേഷൻ വേർഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് പറയുന്നത് പോലെ എന്താണ് കോപ്പി റൈറ്റിംഗിൽ എഴുതുക, ബാക്കിയുള്ളവർ നിങ്ങൾ റഫിൽ എഴുതി പഠിക്കുക. മൗഖിക പ്രശ്ന രാധാകൃഷ്ണൻ കാ ജന്മ കബ് ഔർ കഹാം ഹുവാ. നിങ്ങളുടെ ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ ആൻസർ പറയുന്നവയാണ് അത്. മൗഖിക ഓറൽ ക്വസ്റ്റ്യൻസ്. രാധാകൃഷ്ണൻ ജനിച്ചത് എപ്പോഴ് എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. എന്താ അതിന്റെ ആൻസർ? നോട്ട്ബുക്കിലേക്ക് എഴുതണോ? വേണ്ട, നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഗൂഗിൾ ഫോമിലും എക്സാം നടത്തുന്ന സമയത്ത് ഈ ഓറൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് അങ്ങനെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഗൂഗിൾ ഫോമിൽ. മുമ്പേ കഴിഞ്ഞില്ല. ഇനിയിപ്പം ഓറൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ എഴുത്ത് പരീക്ഷയാണ്, അതിലുണ്ടാവില്ല. ഓക്കെ, വീഡിയോ ഓൺ ചെയ്. അപ്പോ എവിടെയാണ് എപ്പോഴാണ് ജനിച്ചത്? എപ്പോഴാ? 1888 सितंबर 5 सितंबर 1888 को तमिलनाडु के एक छोटे से गांव तिरुत्तनी में हुआ था. अल्ले ओरल क्वेश्चंस फर्स्टली അതിന്റെ ആൻസർ വരിക അതാണ്. सेकंड क्वेश्चन, डॉक्टर राधाकृष्णन की नेम अपना आदर्श मानते थे. ആരെയാണ് തന്റെ ആദർശമായിട്ട് അത് കണക്കാക്കുന്നത്? ആരെയായിരുന്നു? ഉൻകി മാതാജി സീതമ്മ അല്ലേ? ലെസൺ നന്നായിട്ട് വായിക്കണേ, എന്നാലും അതിന്റെ ആൻസർ കിട്ടുള്ളൂ. ഉൻകി മാതാജി സീതമ്മ ഹി ഉൻക ആദർശി. തേർഡ് ക്വസ്റ്റ്യൻ, രാധാകൃഷ്ണനെ അപ്പനി പ്രാരംഭിക ശിക്ഷ കഹാം പ്രാപ്ത് കി. എവിടെയായിരുന്നു പ്രാരംഭിക ശിക്ഷ? പ്രാരംഭിക ശിക്ഷ തിരുത്തണി ഗാവ് മേ അല്ലേ? ആൻമരിയ ഗുഡ് മോർണിംഗ്. പേജ് നമ്പർ 30 ഓറൽ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്, ലിഖിതല്ല, മൗഖിക പ്രശ്നം. ഡോക്ടർ രാധാകൃഷ്ണനെ കിൻ വിഷയമേ വിശേഷ യോഗ്യത പ്രാപ്തി കി. ഏത് വിഷയത്തിലാണ് അദ്ദേഹം കൂടുതൽ അതായത് ഓർമ്മയുണ്ടോ? അദ്ദേഹം ബൈബിള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ? ബൈബിളിലെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, അതല്ലേ അതിന്റെ പ്രത്യേകത. ഇനി അടുത്ത റിട്ടേൺ ക്വസ്റ്റ്യൻ നോക്കുക. ലിഖിത പ്രശ്നം. അത് നിങ്ങളുടെ മക്കള് ഞാൻ പറയുമ്പോൾ മാർക്ക് ചെയ്യണേ. അതിന്റെ മീനിങ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക.
പ്രശ്നമൊക്കെ ഉത്തർലിക്കോ. ഇതാണ് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. മക്കൾക്ക് സംശയം വരുത്. മൗഖിക പ്രശ്നം നമ്മൾ ക്ലാസ്സിന് നിങ്ങൾ പാഠഭാഗം വായിച്ചതിന് ശേഷം നമ്മള് മിസ് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ആൻസർ പറഞ്ഞാണ് മൗഖിക പ്രശ്നം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഇന്നലെ ക്ലാസ്സിൽ ആബ്സെന്റ് ആയ ആരെങ്കിലും ഇന്ന് ക്ലാസ്സിലുണ്ടോ? ഇന്നലെ ക്ലാസ്സിൽ ആബ്സെന്റ് ആയവർ ആരെങ്കിലും ഇന്ന് പ്രസന്റ് ആയിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും ക്ലാസ്സിൽ നിങ്ങൾ ഇന്നലെ ആബ്സെന്റ് ആയിരുന്നോ? അൻമരിയോ? അല്ല, ഫെയ്ത്ത് ഉണ്ട്. ഏത് ക്ലാസ്സിലായിരുന്നു ആബ്സെന്റ് ആയത്? ക്ലിയർ ആയില്ല? കേട്ടില്ലല്ലോ ഫെയ്ത്തെ? ക്ലാസ്സിലോ? ഒന്നുകൂടി പറഞ്ഞേ. ലാസ്റ്റ് 2 ക്ലാസ്സില്. ലാസ്റ്റ് ഏത് വിഷയം, ഏത് സബ്ജക്റ്റാ? ഇംഗ്ലീഷ് ആൻഡ് മാത്സ്. എന്തു പറ്റി? നെറ്റിലായിരുന്നു, മിസ്സിനെ ഇൻഫോം ചെയ്തായിരുന്നു. നെറ്റില്ല. ലീവ് ലെറ്റർ എഴുതി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ മീറ്റിംഗില്? ലീവ് ലെറ്റർ എഴുതി എന്റെ പേരിലേക്ക് അയച്ചു തന്നിട്ട് ഈ ക്ലാസ്സിൽ കയറിയാൽ മതി. സൈൻ ഔട്ട് ചെയ്തോ? ഓക്കെ. ശ്രേയ, ഇന്നലെ വേറെ ആരെങ്കിലും ലീവ് ഉണ്ടായിരുന്നോ ക്ലാസ്സിലെ? ഏതെങ്കിലും ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നോ? യെസ്, സ്കൂളിന്റെ റൂൾസ് അനുസരിച്ച് നീങ്ങുക. എങ്ങനെയാണ്? അത് ആബ്സെന്റ് ആയി കഴിഞ്ഞാല് നെക്സ്റ്റ് ക്ലാസ്, അതായത് ആബ്സെന്റ് പറഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യണം? ലീവ് ലെറ്റർ എഴുതിയിട്ട് സൈൻ ചെയ്തതിനു ശേഷം സാറിന് അയച്ചു കൊടുക്കണം. ഓക്കെ, മറന്നുപോലെ. ഓക്കെ, വെയിറ്റ് ചെയ്യണോ ഫെയ്ത്തിന്? ദിയ, ദിയ ഇങ്ങനെ ഒരു മറയത്തായി പോയാലും ഇരിക്കുന്നത് എന്ത് പറ്റി ദിയ? ദിയൊക്കെ ആകെ മഞ്ഞു മൂടി കിടക്കുന്നത് പോലെ ഉണ്ട്. എങ്ങനെയത് ശരിയാക്കാൻ പറ്റുന്നില്ല? ക്വസ്റ്റ്യൻ പറയാല്ലേ, പിന്നെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം ഫെയ്ത്തിന് അല്ലേ? ഓക്കെ, प्रश्नों के उत्तर लिखो. फर्स्ट क्वेश्चन, राधा कृष्णन बचपन में सुख सुविधाओं से वंचित क्यों रहे? क्वेश्चन മനസ്സിലാക്കിക്കണേ, ആദ്യം മീനിങ് മനസ്സിലാക്കണം. രാധാകൃഷ്ണൻ बचपन में सुख सुविधाओं से वंचित क्यों रहे? നമ്മൾ അതിനെന്തല്ലോ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. എന്താണ്? രാധാകൃഷ്ണൻ കുട്ടിക്കാലത്ത് തന്നെ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലേ? സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ കുട്ടിക്കാലത്ത്? ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ? പേജ് നമ്പർ 27. രാധാകൃഷ്ണൻ, ഡോക്ടർ രാധാകൃഷ്ണന്റെ ഫോട്ടോ ഉണ്ടോ? നിങ്ങൾ പിക്ചർ കണ്ടോ? ഓക്കെ, അതിന്റെ ഇടത് സൈഡിലായിട്ടുണ്ട്. താഴ്ന്ന മുകളിലോട്ട് 4th ലൈൻ, പരിവാർ ബഡാ ഹോനെ കെ കാരണം. എന്തുകൊണ്ടാണ് അതായത് സുഖ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നത്? അവന്റെ ഫാമിലി എന്ന് പറഞ്ഞ് വലുതാണ് അല്ലെ? നിങ്ങളെ പോലെ അച്ഛനമ്മ 2 അല്ലെങ്കിൽ 2 മക്കൾ അല്ലെങ്കിൽ ഒരു കുട്ടി, അങ്ങനെയല്ല. പിന്നെയോ അവരുടെ ഫാമിലി എന്ന് പറഞ്ഞ എന്തായിരുന്നു? വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് എന്ത് പറ്റിയത്? പരിവാർ ബഡാ ഹോനെ കെ കാരണം ഉൻകെ ജീവൻ में बचपन से ही सुख सुविधाओं का अभाव रहा. മാർക്ക് ചെയ്തോ മക്കളെ? മിസ് അയച്ചിട്ടുണ്ടല്ലേ? മിസ് അതിന്റെ ആൻസർ അയച്ചിട്ടേ? ഓക്കെ, അപ്പൊ ക്വസ്റ്റിനും അതിന്റെ ആൻസർ ഒന്ന് വായിച്ചൊന്ന് പോവാ അല്ലെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡോക്ടർ രാധാകൃഷ്ണൻ കാ രാജനീതി മേ ആഗമൻ കൈസേ ഹുവാ? എവിടുന്നാണ് രാഷ്ട്രീയത്തോടുള്ള ആ വരവ്? എവിടുന്നായിരുന്നു തുടങ്ങിയത്? पंडित जवाहरलाल नेहरू के आग्रह पर, पेज नंबर 28 अल्ले, पंडित जवाहरलाल नेहरू के आग्रह पर वे सेवित संघ में भारत के राजदूत रहे. इसी दौरान वे शिक्षा के क्षेत्र से राजनीति में आए. पंडित जवाहरलाल नेहरूവിന്റെ നേതൃത്വത്തിൽ നടന്ന ഇതിലെ എന്താണ്? അദ്ദേഹം
ഒരു അംബാസഡറായി മാറിയിരുന്നു അല്ലെ. ഈ അവസരത്തില് വിദ്യാഭ്യാസത്തിന് ഒന്നിച്ചും അദ്ദേഹത്തിന് എന്ത് തോന്നി? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് തോന്നിയിരുന്നു. थर्ड, राधा कृष्णन को भारत रत्न की उपाधि से कब और क्यों सम्मानित किया गया? എപ്പോഴായിരുന്നു രാധാകൃഷ്ണന് ഭാരതരത്നം അവാർഡ് ലഭിച്ചത്? എന്തിനായിരുന്നു? തേർഡ് ക്വസ്റ്റ്യൻ, എപ്പോഴായിരുന്നു? शिक्षा एवं राजनीति के क्षेत्र में उत्कृष्ट योगदान के लिए सन 1954 പേജ് നമ്പർ 29 54 में 1954 എങ്ങനെ വായിക്കണ്ടേ? 1954 में उन्हें भारत रत्न से सम्मानित किया गया. അത് അതിന് രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ അതിൽ വന്നു. എപ്പോഴായിരുന്നു, എന്തിനായിരുന്നു എന്നുള്ളത്. എന്തിനായിരുന്നു? അത് പഠിക്കുന്ന സമയത്ത് തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന്റെ ആ ഇതിലാണ് 1954 അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? ഭാരതരത്നം എന്ന പുരസ്കാരം ലഭിക്കുന്നത്. മനസ്സിലായോ മക്കളെ? അതുവരെ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, डॉक्टर राधाकृष्णन के जन्म दिवस को किस रूप में मनाया जाता है और क्यों? ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം എന്ത് ദിവസമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്? എന്തിനായിരുന്നു അത്? അലൻ ജോസഫ്, പ്ലീസ് വീഡിയോ ഓൺ. അലൻ, എന്തിനായിരുന്നു അത്? എന്തായിരുന്നു വിശേഷം? അതായത് 40 वर्षों तक शिक्षा के क्षेत्र में उनके उल्लेखनीय योगदान का सम्मान करते हुए 1962 में उनके जन्म दिवस को शिक्षक दिवस के रूप में मनाए जाने की घोषणा की गई. अरे ഒറ്റ സെന്റൻസിൽ തന്നെ രണ്ട് ആൻസറും വന്നു. എന്താണ്? അലൻ ജോസഫ്, പേജ് നമ്പർ 29, നാലാമത്തെ ആൻസർ നമ്മൾ മാർക്ക് ചെയ്തത് ഒന്ന് വായിച്ചു പറയാണ്. 40 വർഷം അദ്ദേഹം അധ്യാപകനായി മാറിയതിന്റെ അവസരത്തില് 1962 അദ്ദേഹത്തിന്റെ ജന്മദിവസമായ സെപ്റ്റംബർ 5 എന്താ ആഘോഷിക്കുന്നത്? ഏത് ദിവസമായിട്ട് ആഘോഷിക്കുന്നു ചോദ്യമുണ്ട്. ഏതാ ദിവസമായിട്ടാ? ശിക്ഷക ദിവസ്. ശിക്ഷക ദിവസം എന്ന് പറഞ്ഞാല് ടീച്ചേഴ്സ് ഡേ അല്ലേ? നമ്മൾ ആഘോഷിച്ചു അല്ലേ കഴിഞ്ഞത്? शिक्षक दिवस के रूप में मनाए जाने की घोषणा की गई. Wait, are you ready? Ready ആവണേ? ഓക്കെ അല്ലേ? അതിന് മറന്നുപോയേ? മിസ് വന്നില്ല. ഞാൻ നേരത്തെ മിസ്സിന് ഇൻഫോം ചെയ്തായിരുന്നു. അതെയോ? ഓക്കെ. പിന്നെ അതായത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഞാൻ കുറച്ചു തന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് തന്നതല്ലേ, ഇതൊന്ന് വായിച്ചേ ഉള്ളൂ കേട്ടോ. ഓക്കെ. फिफ्थ क्वेश्चन നോക്ക്. समूचे विश्व और शिक्षा के बारे में डॉक्टर राधाकृष्णन के क्या विचार थे? വിദ്യാഭ്യാസത്തെ കുറിച്ച് ആ ഡോക്ടർ രാധാകൃഷ്ണന്റെ അഭിപ്രായം എന്തായിരുന്നു? എന്താണ്? वे मानते थे कि समूचे विश्व एक विद्यालय के समान है और शिक्षा के द्वारा ही मानव मस्तिष्क का सदुपयोग किया जा सकता है. ഈ ലോകമാണ് നമ്മളുടെ യഥാർത്ഥ ഒരു വിദ്യാലയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിൽ നിന്നാണ് നമ്മൾ ഓരോന്നും നമ്മള് പഠിക്കേണ്ടത് അല്ലേ? കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ടെക്സ്റ്റ് ബുക്കിന്നോ അല്ലെങ്കിൽ നോട്ട് ബുക്കിന്നോ മാത്രം പഠിച്ചാൽ മതിയോ? നമ്മുടെ ജീവിതത്തിൽ നിന്നും അതുപോലെ ചുറ്റുപാടിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചെടുക്കാനുണ്ട് അല്ലെ? നല്ലതും മോശങ്ങളും തിരിച്ചറിയാനുണ്ട്. ഓക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ, डॉक्टर राधाकृष्णन के व्यक्तित्व के किन गुणों को हम अपने जीवन में अपना सकते हैं? എന്താ ചോദ്യം? ഡോക്ടർ രാധാകൃഷ്ണന്റെ വ്യക്തിത്വത്തിലൂടെ നിങ്ങൾ ഏത് ഗുണമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പോകുന്നത്? ഏതാത്? പാരഗ്രാഫ് 29 ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് ലൈൻ അല്ലേ? സാധകീപൂർണ്ണ ജീവൻ അല്ലെ? എളിമത്ത ജീവിതം അല്ലെ? അവൻ ഒരുപാട് കഷ്ടതയിലായിരുന്നു ജീവിച്ചത് അല്ലെ? കുട്ടിക്കാലം മുഴുവനും ഇല്ലായ്മയിൽ ജീവിച്ചതായിരുന്നു. അപ്പൊ सादगीपूर्ण जीवन, उच्च विचारों और राष्ट्र की प्रगति में उनके योगदान के लिए उन्हें सदैव आदर से याद किया जाता है. അപ്പൊ നമ്മള് അതിൽ ഏതാണ് നമ്മൾ സ്വീകരിക്കുക? എളിമത്ത
ജീവിതം. നമ്മൾ ആഡംബര ജീവിതം ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം എന്താണ്? എളിമത്ത ജീവിതം നയിക്കുക, രാജ്യത്തെ സ്നേഹിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആയ മക്കളെ? എല്ലാവരും എഴുതിയെടുത്തോ? അത് മിസ് അയച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞതിന് മുന്നേ മിസ് ഇത് അയച്ചു നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളത് എഴുതിയാൽ മാത്രം പോലെ മിസ്സിനൊന്ന് അയച്ചു തരണം. ഇന്ന് തന്നെ വൈകുന്നേരത്തിനുള്ളിൽ അയക്കുക. ഓക്കെ, നെക്സ്റ്റ് സഹി ശബ്ദ ചുൻകർ വാക്യ പൂരേ കരോ. ബ്രാക്കറ്റില് 31 അതിന്റെ ബോക്സിലുണ്ട് അതിന്റെ ശരിയായ ആൻസർ. അതിൽ നിന്ന് എടുത്ത് എഴുതിയുണ്ട്, ഫില്ല് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാധാകൃഷ്ണൻ ശുരു സേ ഹി മേധാവി ഛാത്രതെ. അവിടെ മേധാവി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, മേധാവി. നെക്സ്റ്റ്, വേ അഭാവോ ഔർ നിർധനത മേ കഭി ഡേഷ് നഹി ഹുയേ. ഇല്ലായ്മയിലോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്നോ അദ്ദേഹം ഒരിക്കലും വിചലിത്. എന്താ അവിടെ? വിചലിത്. വിചലിത് പറഞ്ഞാല് എപ്പോഴും അതായത് ചലിക്കപ്പെടുക, അതായത് അതിൽ നിന്ന് മാറി നിൽക്കുക. അദ്ദേഹം മാറി നിന്നിട്ടുണ്ടോ? ഇല്ല. ആ ഇല്ലായ്മയിലൂടെ തന്നെയാണ് അദ്ദേഹം ജീവിച്ച് മുന്നോട്ട് പോയത്. വിചലിത്. സെക്കൻഡ് ആൻസർ വിചലിത്. തേർഡ്, ഉन्होंने स्वतंत्र भारत के पहले देश, पहले उपराष्ट्रपति और दूसरे राष्ट्रपति होने का गौरव प्राप्त किया. ആദ്യം ഉപരാഷ്ട്രപതി ആയിരുന്നു, സെക്കൻഡ് രാഷ്ട്രപതി. ഫോർത്ത്, वे सेवियत संघ में भारत के देश रहे. देश രാജദൂത്, അംബാസഡർ അല്ലെ, രാജദൂത് രഹേ. वे समूचे विश्व को एक देश मानते थे. ഈ ലോകത്തെ അദ്ദേഹം എന്തായി കണക്കാക്കുന്നു? വിദ്യാലയം. കറക്റ്റ്. ശ്രീദേവ്, why are you late? നെറ്റ് പ്രോബ്ലം അതോ ഉറങ്ങിപ്പോയതോ? സത്യാവസ്ഥ എന്താ? ഇങ്ങോട്ട് നോക്കിയേ. എന്താണ് ഉറങ്ങിപ്പോയത് അല്ലേ? മിസ്സിന് അത്യാവശ്യം ഹിപ്നോട്ടിക്സ് എല്ലാം ചെയ്യാൻ അറിയാം. നിങ്ങളെ മുഖം നോക്കി മിസ് പറയും. നെറ്റിന്റെ പ്രോബ്ലം അല്ല കേട്ടോ, ഉറങ്ങിപ്പോയതാണ്. ഓക്കെ, ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഭാഷാ കി ബാത്തിലെ ഫസ്റ്റ് എന്താ? വിലോമ ശബ്ദ ലിഖോ, റൈറ്റ് ഓപ്പോസിറ്റ് വേർഡ്സ്. ലേറ്റ് ആയിട്ട് കയറിയോണ്ട് ശ്രീദേവ് ഒന്നുകൂടി യൂട്യൂബ് ക്ലാസ് കാണണേ. വീഡിയോ ഓഫ് ചെയ്തിരിക്കരുത്. ക്ലാസ് കഴിയുന്നത് വരെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. വൈകിട്ട് കയറിയവര്, ഏതെങ്കിലും ഇടയ്ക്ക് മനസ്സിലാകാത്തവര്, അലൻ ജോസഫും ശ്രീദേവ് ഇതൊക്കെ എന്ത് ചെയ്യാ, ഒന്നുകൂടി യൂട്യൂബ് ക്ലാസ് കണ്ടിരിക്കണം. ഓക്കെ, വിലോമ ശബ്ദലിഖെ, റൈറ്റ് ഓപ്പോസിറ്റ് വേർഡ്സ്. ഫസ്റ്റ് ഉത്തീർണ, അനുത്തീർണ. ധനി, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? മിസ് അയച്ചിട്ടുണ്ട് അല്ലെ, നിർധൻ. ധനി, നിർധൻ. ആനന്ദ, വേദന. ആനന്ദ, വേദന. യോഗ്യത, അയോഗ്യത. മിസ് അത് അയച്ചു തന്നിട്ട് നിങ്ങൾക്കത് വായിച്ചറിയാണ് മിസ്. വിദ്വാൻ, മൂർഖ്. സദുപയോഗ്, ഉപയോഗ്. സദുപയോഗ്, ഉപയോഗ്. ഇനി നെക്സ്റ്റ്, അനുസാർ, अनुनासिक और आगत चिन्ह उचित स्थान पर लगाकर शब्द पुनः लिखो. पुनः लिखो എന്ന് പറഞ്ഞാൽ, പുന എന്ന് പറഞ്ഞാൽ ഒരു സംസ്കൃത വേർഡാണ്. സംസ്കൃതം പഠിക്കുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എപ്പോഴെങ്കിലും. എവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. സംസ്കൃതം എന്ന് പറഞ്ഞാല് ഹിന്ദിയുടെ കൂടെ പഠിക്കാൻ പറ്റുന്നതാണ് സംസ്കൃതം. അത് പകുതിയിലധികം ഹിന്ദിയിലെ വാക്കുകളാണ്, കുറച്ചൊരു മാറ്റേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ പുനഃ എന്ന് പറഞ്ഞാൽ അത് സംസ്കൃത വേർഡാണ്. പുനഃ, പുനഃ മീൻസ് വീണ്ടും. എന്താ ചെയ്യേണ്ടത്? താഴെ കൊടുത്തിരിക്കുന്ന വാക്കില് ഓരോ വേർഡിലും അനുസ്വാർ, അനുസ്വാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മേലെ ഡോട്ട് ഇടുന്നത്.
അനുനാസിക്. അനുനാസിക് ചന്ദ്രക്കലയും ഡോട്ടും ഇല്ലേ? യെസ്. ആഗത് ചന്ദ്രക്കല മാത്രം. ഈ 3 ചിഹ്നങ്ങൾ ചേർത്തിട്ട് നിങ്ങൾ വീണ്ടും എടുത്തെഴുതുക. ഓരോ വേർഡിനും വേണ്ടെടുത്ത് മാത്രം, എല്ലാം കൊണ്ട് ചേർക്കാൻ പാടില്ല. ഏതാണോ ചേരേണ്ടത് അത് അതിന് ചേർക്കണം. ഫസ്റ്റ് വേർഡ് സ്വതന്ത്രനാണ്. സ്വതന്ത്ര എന്നുള്ളതിന് അനുസ്വാറാണോ ചേരുക, അനുനാസികാണോ ചേർക്കേണ്ടത്, ആഗതാണോ ചേർക്കേണ്ടത്? അനുസ്വാർ അല്ലെ? അതിനുണ്ട് ഇവിടെ അനുസ്വാർ, ഡോട്ട് ഉണ്ട് അല്ലെ? സ്വതന്ത്ര. വജിത്, വജിത് അല്ല വഞ്ചിത്, അതിനും എന്താണ്? ഒരു ഡോട്ടാണ് അനുസ്വാർ. അതിനെന്താ പറയാ? അനുസ്വാർ. വഞ്ചിത്. നെക്സ്റ്റ് വേർഡ് ഗാവ് എന്നാണ്. നമുക്ക് എന്ത് വേണം? ചന്ദ്രക്കലയും ഡോട്ട് വേണം അല്ലെ? അനുനാസികം ചേർത്തിട്ട് എന്ത് എഴുതണം? ഗാംബ് എഴുതുമ്പോ ഗാംബ്. നെക്സ്റ്റ് യഹാം. അതുപോലെ ചന്ദ്രക്കലയും ഡോട്ടും. യഹാം, ഗാംബ്. അടുത്തത് ചന്ദ്രക്കല മാത്രാണ്, ആഗത്. ചന്ദ്രക്കല മാത്രാണ് ചേർക്കേണ്ടത് കേട്ടോ. ഡോക്ടർ, ഡാന്നതിന്റെ മേലെ ചന്ദ്രക്കല മാത്രം. ഡോക്ടർ. കോളേജ്, കാന്നൊരു ചന്ദ്രക്കല. അപ്പൊ കോളേജ്, അതിന് ഡോട്ട് ഇടാൻ പാടില്ല. കോളേജ്, അതാണ് അതിന്റെ വ്യത്യാസം. നെക്സ്റ്റ് പറയട്ടെ. വാക്യാംശ के लिए एक शब्द लिखो. Write one word for many. താഴേക്കുള്ള സെന്റൻസിൽ 1 വേർഡ് എഴുതാം. ഇതൊക്കെയാണ് എക്സാമിന് ഉണ്ടാവുക കേട്ടോ. വിലോമ ശബ്ദ, സാമാനാർത്ഥി ശബ്ദ, 1 വേർഡ്, പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ, ഫില്ലിന്റെ ബ്ലാങ്ക്സ്, ഇതൊക്കെ എല്ലാം എഴുതി പഠിക്കണേ. ഇനി അത്ര ദിവസങ്ങളുള്ളൂ, 2 ആഴ്ച ഉണ്ടാവുള്ളൂ. ഓക്കെ. फर्स्ट योग्य विद्यार्थी को पढ़ाई जारी रखने के लिए सहायतार्थ दी जाने वाली धनराशि അതിന് പറഞ്ഞ വേർഡ് എന്താ? ഛാത്രവൃത്തി. അതായത് വിദ്യാർത്ഥി, നിങ്ങളുടെ ഈ അവസ്ഥ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഛാത്രവൃത്തി. വിദ്യ അഭ്യസിക്കുന്ന കാലം. ഓക്കെ. നെക്സ്റ്റ് ദർശൻ ശാസ്ത്രക്കാ ജ്ഞാത. എന്റെ 1 വേർഡ് എന്താ? ദാർശനിക്. ദാർശനിക്. ഓക്കെ. അതുപോലെ ഭാരത് കാ സർവോच्च നാഗരിക സമ്മാൻ. എന്താ പുരസ്കാരത്തിന് പേരുന്ന പേര്? ഭാരതരത്ന. എന്ത്? ഭാരതരത്ന. ദൂർ കി സോച്നെ വാല. ദൂരെ, അതായത് ഒരുപാട് ചിന്തിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ? ഒരുപാട് കാഴ്ചപ്പാടുള്ള വ്യക്തിയെ നമ്മൾ എന്ത് പറയും? ദൂരദർശി. യെസ്, വായിക്കാൻ കിട്ടണത് ദൂരദർശി. ഓക്കെ അല്ലേ? അപ്പൊ ഇത്ര വരെ മിസ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങളത് വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ, ലിഖിത പ്രശ്ന, അതുപോലെ എന്താ പറയണ്ടേ, അത്രയും നിങ്ങള് നോട്ട്ബുക്കിലേക്ക് എടുത്തിട്ട് എഴുതിയിട്ട്, അതുപോലെ ടെക്സ്റ്റിലെ വർക്ക്, ഫില്ലിന്റെ ബ്ലാങ്ക്സ്, വിലോമ ശബ്ദ, അനുസ്വാർ ചേർക്കേണ്ടത് 1 വേർഡ്, ഇവ ടെക്സ്റ്റ് ബുക്കിലും എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണം. മറന്നുപോലെ അതിന്റെ കൂടെ കോപ്പി റൈറ്റിംഗും. ഓക്കെ. ഇനി ഞാൻ പാഠഭാഗത്തിൽ താഴെ ഭാഗത്ത് ഒന്ന് വായിച്ചു തരാം. इंटरनेट की सहायता से स्वतंत्र भारत के राष्ट्रपतियों एवं उपराष्ट्रपतियों के नाम तथा उनके कार्यकाल की सूची एक चार्ट पर सुंदर ढंग से बनाओ. അത് മിസ് പറഞ്ഞു, നിങ്ങള് സ്കൂൾ തുറന്ന സമയത്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള വർക്കുകൾ, എക്സ്ട്രാ വർക്കുകൾ നിങ്ങൾക്ക് തരേണ്ടത്. എന്താണത്? ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതികളുടെയും പേര് ക്രമത്തിൽ എഴുതുക. അവർ ഏതൊക്കെ വർഷങ്ങളാണ് ആ ജോലിയിൽ ഉണ്ടായിരുന്നത് എന്നും കൂടി ആ വർഷവും കൂടി സെലക്ട് ചെയ്ത് എഴുതാൻ വേണ്ടി, അതൊരു ചാർട്ട് പേപ്പറിൽ ഭംഗിയായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്നത് എഴുതി റെഡിയാക്കി ഇങ്ങനെ എഴുതി വെച്ചോട്ടോ. എപ്പോഴെങ്കിലും നിങ്ങളത് സ്കൂളിലേക്ക് വരുമ്പോൾ ഇവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. എക്സ്ട്രാ വർക്കാണ് കേട്ടോ, A4 ഷീറ്റില്. അതുപോലെ തന്നെ डॉक्टर सर्वपल्ली राधाकृष्णन ने शिक्षा के संबंध में अपने अनमोल विचार व्यक्त किए. इंटरनेट के से ढूंढकर उनके कोई 4 कथन अपनी उत्तर पुस्तिका में लिखो. ഇപ്പൊ സർവപ്പള്ളി രാധാകൃഷ്ണന്റെ വിദ്യാഭ്യാസ കാലത്തെ കുറച്ച് മറക്കാനാവാത്ത സംഭവങ്ങൾ ഇതിൽ പറഞ്ഞു. അപ്പൊ അതുപോലെ നിങ്ങളും
അത് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി അതിന്റെ വേറെ ഏതെങ്കിലും 4 പ്രധാനപ്പെട്ട സംഭവങ്ങൾ സെലക്ട് ചെയ്ത് ശേഖരിച്ച് വെക്കാനാ പറഞ്ഞത്. നിങ്ങളിപ്പോ അതൊന്നും മെനക്കെടണ്ട. നിങ്ങൾ ഇന്റർനെറ്റ് സഹായത്തിൽ അതെല്ലാം സെലക്ട് ചെയ്യാൻ പോയാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ആയിരിക്കും എത്തുക. അപ്പൊ ഒന്നും വേണ്ട. അപ്പൊ നെക്സ്റ്റ്, भारत का सर्वोच्च नागरिक सम्मान भारत रत्न प्राप्त करने वाले पहले महापुरुष डॉक्टर सर्वपल्ली राधाकृष्णन थे. അത് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലെ ഏറ്റവും വലിയ ഫസ്റ്റ് പോയിന്റ്. അതായത് നിങ്ങളത് ഓർമ്മിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? അതായത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യ ഭാരതരത്നം എന്ന പുരസ്കാരം ഏറ്റവും ആദ്യം കിട്ടിയ മഹാപുരുഷനാണ് ആര്? നമ്മുടെ ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ. നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ആ പാഠഭാഗം മനസ്സിലായോ? ക്ലിയർ ആയോ നിങ്ങള്? ആ പാഠഭാഗം ഒരു 3-4 പ്രാവശ്യം വായിക്കണം കേട്ടോ. നിങ്ങള് ഓരോ പാഠഭാഗം കഴിഞ്ഞ ഉടനെ നിങ്ങളൊരു 3-4 പ്രാവശ്യം വായിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ അത് മനസ്സിൽ തറഞ്ഞ് നിൽക്കുകയുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെസൺ എടുക്കാം. പേജ് നമ്പർ 32. ശൂരവീർ യോധ മഹാരാജ രൺജീത് സിംഗ്. ശൂരവീർ യോധ മഹാരാജ രൺജീത് സിംഗ്. റെഡി അല്ലേ? ഓക്കെ, മഹാരാജ രൺജീത് സിംഗിനെ കുറിച്ച് ഒരു രാജാവിന്റെ കഥയാണ് നമുക്ക് ഇനി പറയാനുള്ളത്. മക്കളെ വീഡിയോ ഓഫ് ചെയ്ത് पाठ का परिचय. इस पाठ में शूरवीर योद्धा महाराजा रणजीत सिंह के जीवन की घटनाओं के माध्यम से उनके व्यक्तित्व के विविध पहलुओं का वर्णन है. അതായത് ഇതില് വീരശൂര പരാക്രമിയായ യോദ്ധാവായ മഹാരാജാവ് രൺജീത് സിംഗിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ചുമാണ് ഈ പാഠഭാഗത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. പാഠക ഉദ്ദേശം, പാഠത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ബഹാദുരി, ഉദാരത, സേവാഭാവന, ന്യായപ്രിയത ആദി ഗുണോക വികാസ് കർമ്മ മുതലായ ഗുണങ്ങൾ, അതായത് ഉദാരത, അതായത് സേവിക്കുക, ദയ തോന്നുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഗുണങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഈ പാഠഭാഗത്തിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലക്ഷ്യം, ഉദ്ദേശം. കേട്ടല്ലോ? ശ്രീദേവി വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കുക ക്ലാസ്സിലെ. ആരും വീഡിയോ ഓഫ് ചെയ്ത് ഇന്നലെ സാർ പറഞ്ഞില്ലേ? ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ്. यह कहानी पंजाब के एक शूरवीर योद्धा महाराजा रणजीत सिंह की है. ഈ കഥ പഞ്ചാബിലെ ഒരു വീരശൂര പരാക്രമിയായ യോദ്ധാവായ മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? രൺജീത് സിംഗ്. അദ്ദേഹത്തിന്റെ കഥയാണിത്. പഞ്ചാബിലെ രാജാവ്. ഓക്കെ, രൺജീത് സിംഗ്. महाराजा रणजीत सिंह शेर की तरह फुर्तीले, निडर एवं साहसी थे. അദ്ദേഹം എങ്ങനെയാണ്? അതൊരു സ്വഭാവം സിംഹത്തിനെ പോലെ. ഫുർത്തിയിലെ, ഫുർത്തിയിലെ പറഞ്ഞാല് പാവ. സിംഹം പാവാണ്, ക്രൂരമാണോ? എങ്ങനെ? ഹൃദയലോലുവാ. സിംഹത്തിന്റെ സ്വഭാവം എന്താ? പാവ. ഫെയ്ത്ത്, നീ സിംഹത്തിനെ വളർത്തുന്നുണ്ടോടാ? ഫെയ്ത്തിന്റെ സ്വഭാവ പറഞ്ഞു കേട്ടോ. പാവം, സുഖലോലു, പാവം, ദയാലു. ആയ സിംഹവും ഉണ്ട്, ദുഷ്ടനായ സിംഹവും ഉണ്ട്. ആരെ ട്രെയിൻ ചെയ്ത സിംഹം എല്ലാം. ആ, ഞാനിപ്പോ അങ്ങനെയുള്ള സിംഹത്തിനെ ചോദിച്ചിട്ടില്ല. പൊതുവെ ഒരു സിംഹത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? ഇവിടെ ഇപ്പൊ ആ യോദ്ധാവിന്റെ, ആ രൺജീത് സിംഗിന്റെ രാജാവിന്റെ സ്വഭാവം പറയാൻ പോയപ്പോൾ ഫുർത്തിയിലേന്ന് പറഞ്ഞോണ്ടാ ഞാൻ ചോദിച്ചത്. എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ ഒരു സിംഹം പെട്ടാല്? മാന്തുന്നാണോ? ആ, ഓക്കെ. അത്ര ആയത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രൂര സ്വഭാവമാണ് അല്ലെ? എല്ലാവരും കേൾക്കുന്ന ഒരു സ്വഭാവം. എന്താ ഫീത്തെ? നമ്മൾ ഭൂമിയിൽ ഉണ്ടാവില്ല. അത് തന്നെ. അതായത് അത്രയും ക്രൂരനാണ് ഏത്? സിംഹം. നമുക്കതറിയാം അല്ലേ? സിംഹം മാൻപേടെ പോലെയല്ല, പിന്നെയോ കുറച്ച് ക്രൂരമായ സ്വഭാവമാണ്. അതേ സ്വഭാവമാണ് ആർക്ക്? ഷേർക്കി തര ഫുർത്തിയിലെ എന്ന് പറഞ്ഞാൽ സിംഹത്തിനെ പോലെ ക്രൂരന സ്വഭാവമാണ് ആർക്ക്? രൺജീത് സിംഗ് രാജാവിന്. അതുപോലെ നിഡർ ഏവം സാഹസികത, നല്ല ധൈര്യവാനാണ്. ആര്?
പേടിയൊന്നുമില്ല. ആർക്ക്? സിംഹത്തിന്. അല്ല സോറി, രാജാവിന്. സിംഹത്തിന് പേടിയുണ്ടാ? പേടിയുണ്ടാവില്ല അല്ലെ? അതേപോലെ അതേ സ്വഭാവമാണ് ഇത് രാജാവിന്. बचपन से ही आक्रमणकारियों के दांत कटे कर देने वाला एक शूरवीर योद्धा शेर-ए पंजाब के नाम से प्रसिद्ध हुए. ഒരു ആക്രമണകാരികളെയും വെറുതെ വിടാറില്ല ആര്? രൺജിത് സിംഗ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഷേർ-എ പഞ്ചാബ് എന്നാണ് ഒരു പേര്, ഇരട്ട പേര്. അങ്ങനെ ഒരു പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത് പഞ്ചാബിലെ സിംഹം. കേട്ടോ ജാസെ? തട്ടുമ്മലിലെ സിംഹല്ല, പഞ്ചാബിലെ സിംഹം. രൺജിത് സിംഗ് बहुत छोटी आयु में ही घुड़सवारी, तलवारबाजी तथा युद्ध कौशल में निपुण हो गए थे. രൺജിത് സിംഗ് വളരെ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ ഗുഡ്സവാരി, കുതിരസവാരി പഠിച്ചിട്ടുണ്ട്. തൽവാർ ബാജി, വാള്, അതായത് വാള് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്. തഥാ യുദ്ധ കൗശലമേ നിപുണം ഹോ ഗയേ. യുദ്ധകാര്യങ്ങളൊക്കെ തന്നെ ആ രാജാവ് കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചു റെഡിയായിരുന്നു. और अपने पिता के साथ सैनिक अभियानों और युद्ध में भाग लेने लगे. അതുകൊണ്ട് തന്നെ തന്റെ അച്ഛന്റെ കൂടെ, പിതാവിന്റെ കൂടെ, അച്ഛന്റെ കൂടെ അദ്ദേഹം സൈന്യത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പങ്കെടുത്തിട്ടുണ്ട്. 10 वर्ष की आयु में उन्होंने पहला युद्ध जीत लिया. 10 വയസ്സിൽ തന്നെ അദ്ദേഹം നടത്തിയ യുദ്ധത്തിൽ അദ്ദേഹം ജയിച്ചിരുന്നു. पिता की मृत्यु के समय बालक रणजीत सिंह की आयु केवल 12 वर्ष की थी. അദ്ദേഹത്തിന് അച്ഛൻ മരിക്കുന്ന സമയത്ത് രൺജിത് സിംഗിന്റെ പ്രായം എന്ന് പറഞ്ഞത് ഏകദേശം 12 വയസ്സ്. 12. खेलने कूदने की उम्र में मुझे मिसाइल का सरदार बना दिया गया था. നമ്മൾ കളിച്ചു നടക്കേണ്ട പ്രായമാണല്ലേ 12 വയസ്സ് എന്നൊക്കെ പറയുമ്പോ. അപ്പൊ ആ സമയത്തൊക്കെ ഇവന്റെ മനസ്സിൽ എന്തായിരുന്നു? വലിയ ആളുകളുടെ മനസ്സ്, അതായത് യുദ്ധത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആരുടെ മനസ്സില്? രൺജിത് സിംഗിന്റെ. उन्होंने सरदार होने की अपनी जिम्मेदारी को बखूबी निभाया. इनकी बहादुरी, उदारता और नेकदिली के अनेक किस्से हैं. അദ്ദേഹത്തിന് ഈ സ്വഭാവ ഗുണങ്ങളിലുള്ള ഒരു കുറെ കഥകൾ പ്രചരിക്കപ്പെടുന്നത്. അതിലെ ഒരു സംഭവമാണ് നമുക്ക് പറയാനുള്ളത്. യഹ് ഘടന ഉൻ ദിനോ കി ഹെ. ഈ സംഭവം കുറെ നാൾ മുമ്പ് നടന്ന ഒരു കാര്യമാണ്. എന്താണത്? ജബ് ചേജക്. ചേജക് എന്ന് പറഞ്ഞാൽ അറിയാം മക്കളെ? ചേജക് എന്ന് പറഞ്ഞാല് ചിക്കൻ ബോക്സ് ഇല്ലേ? ചിക്കൻ ബോക്സിന്റെ ഒരു തരത്തിലുള്ള പകരുന്ന ഒരു പകർച്ചവ്യാധിയാണ് ചേജക്. നമ്മള് ചിക്കൻ ബോക്സ് പറഞ്ഞല്ലേ? ചിക്കൻ ബോക്സ് എന്ന അസുഖം അറിയില്ലേ? ശരീരത്തിലെല്ലാം ഇങ്ങനെ കുമിള വന്നിട്ടുള്ള അസുഖം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സമയത്ത് നമ്മൾ ആരും പരസ്പരം അല്ലേ കോണ്ടാക്ട് ഉണ്ടാവില്ലേ? ഇപ്പൊ ഈ കൊറോണ വന്നതിനെ പോലെ വേറൊന്നല്ലേ, ക്വാറന്റൈനൊക്കെയാണ് കഷ്ടം. അപ്പൊ അങ്ങനെയുള്ള അസുഖം പരക്കുന്ന സമയമായിരുന്നു. एक दिन बालक रणजीत सिंह दिन भर महल में नहीं थे और ढूंढने पर बेहोशी की हालत में पाए गए. രൺജിത് സിംഗിനെ ഈ രാജാവ് രൺജിത് സിംഗിനെ ഒരു ദിവസം കാണുന്നില്ല കൊട്ടാരത്തില്. എല്ലാവരും അന്വേഷിച്ച് നോക്കി, എല്ലാവർക്കും ക്ഷീണം വന്നു, ഇയാളെ കാണണ്ടേ എവിടെയെങ്കിലും. होश में आने पर माता राज कौर ने पूछा, तुम बिना किसी को बताए कहां चला गए थे. പിന്നീട് വന്നപ്പോ അദ്ദേഹത്തോട് അമ്മ ചോദിച്ചു, നീ എവിടെയാണ് പറയാതെ പോയത്? നീ എങ്ങോട്ടാ പോയത്? ബാലകിനെ മാസൂമിൽ സെ ജവാബ് ദിയ. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇതാണ്, പിതാജി റോസ് രോഗിയോ കി സേവ കർണേ ജാത്തെ ഹെ. എന്റെ അച്ഛൻ എല്ലാ ദിവസവും രോഗികളെ ശുശ്രൂഷിക്കാൻ, സേവിക്കാൻ പോകുമായിരുന്നു. ലേക്കിൻ മുझे अपने साथ नहीं ले जाते. പക്ഷെ അപ്പൊ ആ സമയത്ത് എന്നെ കൂട്ടിയിരുന്നില്ല. इसलिए आज मैं चुपचाप रोगियों की सेवा करने चला गया था. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് ആ രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാനും പോയി. എന്തെങ്കിലും പറയാൻ പറ്റുമോ? അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലേ? അച്ഛൻ അങ്ങനെ ചെയ്യാറുണ്ട്. ആ സമയത്ത് എന്നെ കൂട്ടിയിരുന്നില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ മരിച്ചല്ലോ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ രോഗികളെ ശുശ്രൂഷിക്കാൻ പോയി. रोगियों की सेवा करते करते उन्हें भी छेदक हो गया और उनकी बाई आंख की रोशनी चली गई. അങ്ങനെ രോഗികളെ
അവസാനം ഈ ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ബോക്സ് എന്ന രോഗം അങ്ങനെ ചികിത്സിച്ച് അദ്ദേഹത്തിനും ഈ അസുഖം വരികയും ഉൻകി ബായി മാങ്കി രോഷ്നി ചലിയുകയും ഇതിന്റെ ഒരു കണ്ണിനെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. किंतु इस सेवा भावना को उन्होंने कभी अपने मन से मिटने नहीं दिया. ഈ സേവാഭാവന സേവാഭാവന രോഗികളെ പകർച്ചവ്യാധിയായും രോഗികളെ ശുശ്രൂഷിക്കുന്ന ആ സേവാഭാവന അത് അദ്ദേഹത്തിന് ഒരിക്കലും മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടി സാധിച്ചില്ല. ബാക്കി പറയുമ്പോൾ ക്ലാസ് കട്ടായി പോവോ? ഓക്കെ, ബാക്കി കൂടി പറയാം. ക്ലാസ് കട്ടായി പോയെങ്കിൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. പക്ഷെ മിസ് എത്ര വരെയാണോ എടുത്തത് അത്ര വരെ നിങ്ങൾ ഒരു 4-5 പ്രാവശ്യം വായിക്കണം. നോട്ട്സും ടെക്സ്റ്റും കംപ്ലീറ്റ് ആക്കണം. महाराजा रणजीत सिंह के समय में गुस्नवीस नाम का एक मुसलमान था. ഈ മഹാരാജ രൺജീത് സിംഗിന്റെ കാലത്ത് അവിടെ ഒരു മുസൽമാൻ താമസിച്ചിരുന്നു. അതിന്റെ പേരാണ് ഗുസ്നവീസ്. ഗുസ്നവീസ് ഇത് എളുപ്പമുള്ള പേരിട്ടൂടെ ലജാസെ? ഗുസ്നവീസ്. उसने सोने चांदी से बनी ज्यादी से कुरान शरीफ की एक अत्यंत सुंदर അനുഭൂതി തയ്യാറാക്കി. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അദ്ദേഹം സ്വർണവും വെള്ളിയും കലർന്ന മഷി കൊണ്ട് അദ്ദേഹം എന്ത് നിർമ്മിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഖുറാൻ. എന്താ ഖുറാന്റെ പ്രത്യേകത? എന്താ ഖുറാൻ എന്നാല് പറഞ്ഞോ? ആരാ പറഞ്ഞ? എന്താ ഖുറാൻ? എന്താ ഖുറാൻ എന്നറിയോ? അറിയില്ലേ? എന്ത് പുസ്തകം? ആ, ബൈബിൾ പോലൊരു കഥാപുസ്തകം. ബാക്കി എന്ത് കേൾക്കണ്ട്? ബൈബിൾ പോലെ അല്ലെങ്കിൽ മഹാഭാരതം പോലെ ഒരു പുസ്തകം, അങ്ങനെയാണോ പറയുന്നത്? യെസ്, ഒരു ഗ്രന്ഥം, ഒരു മഹഗ്രന്ഥമാണ് അല്ലെ? ഒരു മഹാഗ്രന്ഥമാണ് എന്ത്? അത് മഹാഭാരതം. നമുക്ക് ഹിന്ദുക്കൾക്ക് മഹാഭാരതം, അതുപോലെ ക്രിസ്ത്യൻസ് ബൈബിൾ, അതുപോലെ തന്നെ അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്? പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്, പുസ്തകമല്ല കേട്ടോ. അത് പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഖുറാൻ. ഓക്കെ, അപ്പൊ ഖുറാൻ എന്ത്, ബൈബിൾ എന്ത്, മഹാഭാരതം എന്ത് നോക്കുമ്പോ അത് അങ്ങനെ ഇങ്ങനെ വായിക്കുന്നത് കളിക്കുടുക്ക, അത് ഭാരതമ പോലുള്ള ഒരു പുസ്തകം എന്നൊന്നും പറയരുത്. എന്ത് ചെയ്യണം? ഉറപ്പിച്ച് പറയാ എന്താണ്? ഒരു മത ഗ്രന്ഥമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം നിർമ്മിച്ചിട്ടുണ്ട് ആര്? ഈ ഗുസ്നവീസ്. കേട്ടോ ഫെയ്ത്തെ? ഫെയ്ത്തിന്റെ കയ്യിൽ നിന്നാണ് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ എറിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ടല്ലോ. പേനയാ? उस अनुकृति को बेचने के लिए वह पंजाब और सिंध के कई नवाबों के पास गए. ഇദ്ദേഹം ഈ ഖുറാൻ വിൽക്കാൻ വേണ്ടി പഞ്ചാബിലും സിന്ധിലും ഒക്കെ ഒരുപാട് രാജാക്കന്മാരുടെ അടുത്തെത്തി. സബി ഉസ്കെ കാര്യ और कला की प्रशंसा तो करते. എല്ലാവരും ആ ഖുറാൻ ഇഷ്ടപ്പെടുകയും പ്രശംസിച്ച് പറയുകയും ചെയ്തു. പക്ഷേ ലേക്കിൻ അനുകൃതിക മൂല്യ സുൻകർ ചുപ്രഹിരാതെ, അതിന് വില കേട്ടപ്പോഴേ ആരും ഒന്നും മിണ്ടിയില്ല, വാങ്ങിയില്ല എന്നർത്ഥം. ഗുസ്നവീസ് നിരാശോക്കർ ലാഹോറായ. അങ്ങനെ അദ്ദേഹം തിരിച്ച് ലാഹോറിലേക്ക് വന്നു. ബഹു മഹാരാജ രൺജീത് സിംഗ് കെ സേനാപതി സേമില്ല. അങ്ങനെ രാജാവിന്റെ സേനാപതിയുമായിട്ട് കണ്ടുമുട്ടുകയും സേനാപതിനെ भी उसके काम की बहुत सराहना की, लेकिन वह भी उसका मूल्य चुकाने में समर्थ नहीं. അപ്പൊ സേനാപതി കേട്ടപ്പോ അദ്ദേഹത്തിന് തോന്നിയില്ല എന്ത്, രാജാവ് രൺജീത് സിംഗ് ഇത് പൈസ, ഈ മൂല്യം, ഇത്രയും വില നൽകിയത് വാങ്ങുമെന്ന് കരുതിയിരുന്നില്ല. അത്രയും മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ ക്ലാസ് കട്ടാവും. അപ്പൊ അത്ര വരെ മക്കൾ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിന് മുന്നേ ഒരു 4 പ്രാവശ്യം വായിക്കണം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും എത്ര വരെയാണ്. അലൻ ജോസഫ്, അതുപോലെ വൈകിട്ട് വരുന്നവര് കൃത്യം ഒരു 6:45 ആകുമ്പോഴേക്ക് 6:50 ആകുമ്പോഴേക്ക് റെഡിയായിട്ട് ഇരിക്കുക കേട്ടോ. അല്ലെ, ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറരുത്. ഒരു തവണ മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഒരു 4-5 പ്രാവശ്യം വായിക്കുക. ശൂരവീർ യോധ മഹാരാജ